ഇതൊരു രാഷ്ട്രീയമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, അറിവില്ലായ്മയുടെ രാഷ്ട്രീയം. കമ്മ്യൂണിസ്റ്റുകാരെ രണ്ട് തരത്തിൽ നേരിടാം. ഒന്ന്, നല്ല കമ്മ്യൂണിസം നന്നായിട്ട് പഠിച്ച് എന്താണ് കമ്മ്യൂണിസം, എന്താണ് സോഷ്യലിസം, സോഷ്യലിസം വരുന്നതിന് മുമ്പുള്ള ജനകീയ ജനാധിപത്യ വിപ്ലവം എന്താണ്, അതിന് മുമ്പുള്ള പാർലമെൻറ്റ് ഡെമോക്രസി എന്താണ്, അതിന് മുമ്പ് രാജവാഴ്ചക്കാർ, ഇതെല്ലാം നന്നായി പഠിച്ച് അതിൽ കമ്മ്യൂണിസത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് ഇന്ന വ്യവസ്ഥ എന്ന് വാദിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കും, എതിർക്കാനായാലും ശ്രദ്ധിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ചീത്ത പറയുക, എന്തെങ്കിലും അനാവശ്യം പറയുക, അതിനെ ശ്രദ്ധിക്കുമെങ്കിലും അതിന്മേൽ കൂടുതലായിട്ടൊന്നും ബഹുമാനം നമുക്ക് തോന്നത്തില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സായുധ വിപ്ലവത്തിൽ പങ്കെടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ പറ്റിയാണ് ഈ ആശയം പറയുന്നത്. അതൊരു കാലമായിരുന്നു, നയമാണത്. അന്നത്തെ പാർട്ടി നേതൃത്വം എടുത്ത ഒരു നയം, അതിനാണ് കൽക്കട്ട തീസിസ് എന്നൊക്കെ പറയുന്നത്. സായുധ വിപ്ലവം എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണ് എന്ന് കരുതുന്നവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? സോവിയറ്റോടെ നിലവിൽ വന്നത് സായുധ വിപ്ലവത്തിലൂടെയല്ലേ? ആ സോവിയറ്റ് യൂണിയൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പം ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ലോകത്ത്? ഗാസ പിടിച്ചെടുക്കാൻ പോകാമെന്ന് അമേരിക്ക പറയുകയാണ്. അമേരിക്കയ്ക്ക് വല്ല കാര്യമുള്ളതാണോ ആ ഭാഗം? പാലസ്തീൻകാരെ എല്ലാം അവിടുന്ന് മാറ്റാൻ പോവുകയാണ്, ആ നാട്ടുകാരെ അവിടുന്ന് മാറ്റാൻ പോവുകയാണ്. അമേരിക്കക്കാരെ ഇവിടുന്ന് മാറ്റി ഞങ്ങൾ മധുരയെ കൊണ്ട് താമസിപ്പിക്കുമെന്ന് അവിടുത്തെ പ്രധാന മുഖ്യമന്ത്രി പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുമോ? അപ്പം ഇതാണ്. അപ്പം സായുധ കലാപം എന്ന് പറയുന്നത് ഉന്നതമായ ഒരു രാഷ്ട്രീയ വിപ്ലവ സങ്കല്പമാണ്. സംസാരിച്ചത് കൊണ്ടോ ചർച്ച ചെയ്തുകൊണ്ടോ പ്രക്ഷോഭണം നടത്തിയത് കൊണ്ടോ ഒരു വൃത്തികെട്ട ഭരണകൂടം മാറുന്നില്ല. അതിന് രക്തസാക്ഷിത്വം മരിച്ചാലേ ആ ഭരണകൂടത്തെ മാറ്റാൻ കഴിയും. അപ്പോഴാണ് സായുധ വിപ്ലവം വരുന്നത്. അല്ല 4 പേരുടെ തലയറുത്ത് അതാണ് വിപ്ലവം എന്ന് പറയുന്നത്. ഒന്നും വിപ്ലവമൊന്നുമല്ല, അതൊന്നുമല്ല വിപ്ലവം. ചൈനയിൽ കണ്ടതാണ്. ചൈനയിലെ കൃഷിക്കാരല്ല വിപ്ലവം നടത്തിയത്. റഷ്യയിൽ കണ്ടതാണ്, ക്യൂബയിൽ കണ്ടതാണ്. അമേരിക്കക്കെതിരായിട്ട് പോരാടിയല്ലേ അമേരിക്ക അധിനിവേശം വിയറ്റ്നാമിൽ ഇല്ലാതാക്കിയത്? ഇന്ത്യയിൽ നടന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരമാണ്. വിപ്ലവം എന്ന് പറയാനാവില്ലെങ്കിൽ ഒരുപാട് പേര് മരിച്ചില്ലേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ? അപ്പം ഇതൊക്കെ ചുമ്മാതെ തങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒട്ടും വിശാല വീക്ഷണമില്ലാത്ത അറിവില്ലായ്മയിൽ നിന്നും ഉയർന്നു വരുന്ന വാദങ്ങൾ ആണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് രണ്ട് തല്ലുകൊണ്ടപ്പോഴേക്ക് അവരുടൻ തന്നെ രാഷ്ട്രീയം സായുധ വിപ്ലവം വേണ്ട എന്ന് പറഞ്ഞു. വെച്ചാൽ അവരെ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്നവരാണോ? പുന്നപ്പുറമെല്ലാം എത്ര പേര് മരിച്ചെന്ന് ഇപ്പോഴും കണക്കല്ല. അവർ കീഴടങ്ങിയോ? അപ്പം ഓരോരുത്തർ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രത്യയശാസ്ത്രപരമായ അവരുടെ കമ്മിറ്റ്മെൻറ്റും അംഗീകരിച്ചു കൊടുക്കാതെ കമ്മ്യൂണിസത്തെ